ഗൈസ് എനിക്ക് തിന്നോളാം കൊതി വരുന്നത്. തിന്നാൻ അത്ര കൊതിയായിട്ട് എൻ്റെ അയൽച്ചേട്ടൻ എനിക്ക് ഉണ്ടാക്കി തരികയാണ്. പാവം അയൽച്ചേട്ടൻ. വേണമെന്ന് പറഞ്ഞു തരുമ്പോൾ ഉണ്ടാക്കി തരാൻ ഒരാളിരിക്കുന്നു ഗൈസ്. അയൽച്ചേട്ടൻ ഇതൊക്കെ കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ. ബൂസ്റ്റ് ഈസ് ദ എനർജി ഓഫ് അഖിൽ ദേവ് BS. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വിചാരിച്ചാൽ ഇന്നൊരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പുള്ളി ഇങ്ങനെ പോക്കറ്റ് ഷവർമയുടെ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തൊട്ട് ഗൈസ് എനിക്ക് തിന്നോളാം കൊതി വരുന്നത്. അപ്പോൾ ഞാൻ അയൽച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ അയൽച്ചേട്ടൻ എനിക്ക് ഉണ്ടാക്കി തരുന്നു. ബിക്കോസ് അയൽച്ചേട്ടന് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയൽച്ചേട്ടൻ പറഞ്ഞു ഉണ്ടാക്കി തരാൻ നീ എനിക്ക് സെൻഡ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ സൺഡേ ഉണ്ടാക്കി തരാം. അപ്പോൾ അയൽച്ചേട്ടൻ പറഞ്ഞു എന്നാൽ സൺഡേ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കൊട്ടാരക്കര പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അതിൻ്റേതായ സാധനങ്ങൾ. പിന്നെ നമുക്ക് ചിക്കൻ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ പോയി കുണ്ടറയിൽ പോയി മേടിച്ചിട്ട് വന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ ഒരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. എനിക്ക് തിന്നാൻ അത്ര കൊതിയായിട്ട് എൻ്റെ അയൽച്ചേട്ടൻ എനിക്ക് ഉണ്ടാക്കി തരികയാണ്. പാവം അയൽച്ചേട്ടൻ. ആവട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അപ്പോൾ ഇനി ഞാൻ ഒരുപാട് ഇൻട്രോ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം തന്നെ നമുക്ക് ചിക്കനിലൂടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി വരുത്തുന്ന ഇതുണ്ടല്ലോ, ഇതിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അത് വെച്ചിട്ട് ആ ചിക്കനെ നന്നായിട്ടൊന്ന് അടിച്ച് പരത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോക്കിൻ്റെ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ കുത്തി ഇട്ടിട്ടുണ്ട്. മസാലയൊക്കെ പിടിക്കാനും പിന്നെ കുറച്ചും കൂടെ ജ്യൂസി ആവാൻ വേണ്ടിയിട്ടുമാണെന്നാണ് അഖിൽ ചേട്ടൻ എന്നോട് പറഞ്ഞത്. എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല. അതുകൊണ്ട് തന്നെ അഖിൽ ചേട്ടൻ അതിനെയെല്ലാം ഓരോ പീസിനെ ഇങ്ങനെ ഇടിച്ച് പരത്തുകയായിരുന്നു ഗൈസ്. പിന്നീട് ആ ഫോർക്കിൻ്റെ സ്പൂൺ വെച്ചിട്ട് അതിനെ കുത്തി നശിപ്പിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കുന്നത് നല്ലതാണ്, എന്നാലും നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ്. കുറച്ചും കൂടി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ജീരകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉപ്പ് നമുക്ക് ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇച്ചിരി നാരങ്ങ ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ടങ്ങ് പുരട്ടണം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറേ നേരം എടുത്താണ് അയൽച്ചേട്ടൻ മിക്സ് ചെയ്ത്. ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. കുറേയൊക്കെ കട്ടും ചെയ്ത് കളഞ്ഞു. അയൽച്ചേട്ടൻ ഭയങ്കര പാചകത്തിലാണ് ഗൈസ്. അയൽച്ചേട്ടൻ ഉള്ളി കട്ട് ചെയ്യുക, അത് കാണിച്ചു തരാം. അയൽച്ചേട്ടന് സവാളയൊക്കെ എരിയാൻ ഒരു പ്രത്യേക കഴിവാണ് ഗൈസ്. കണ്ടോ എത്ര എളുപ്പത്തിൽ അരിയുന്നതെന്ന്. അഖിൽച്ചേട്ടൻ ഭയങ്കര ഇഷ്ടവുമാണ്. സാധാരണ എനിക്കിവിടെ സവാള അരിയണമെങ്കിൽ അഖിൽച്ചേട്ടനെയാണ് ഞാൻ വിളിക്കുന്നത്. എന്തരിയാനാണല്ലോ അഖിൽച്ചേട്ടന് നല്ല സ്പീഡുണ്ട് കേട്ടോ. അഖിൽച്ചേട്ടന് ഭയങ്കര ഇഷ്ടവുമാണ് കുക്കിംഗ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലയോ, എന്തോ എനിക്കറിയത്തില്ല. അഖിൽച്ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് അരിയാൻ പോവാന്ന്. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സവാള അരിയുന്നതിന് മുമ്പ് എന്നെ വിളിക്കണേ, എനിക്ക് വീഡിയോ എടുക്കണം, അഖിൽച്ചേട്ടൻ സ്പീഡ് അരിയുന്ന എല്ലാവരെയും കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞ്. അതിനാണ് എന്നെ വിളിച്ചത് കേട്ടോ. കണ്ടോ ഗൈസ്, എൻ്റെ അഖിൽച്ചേട്ടൻ എല്ലാ ജോലിയും ശരിയാണ്. നേരത്തെ നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റോളം വെച്ചിട്ടേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പൊരിക്കാൻ വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തോട്ട് ഇനി ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തത് ഞാനിടാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അഖിൽച്ചേട്ടൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ഇട്ടോളാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അഖിൽച്ചേട്ടൻ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് വേറൊരാളും അവിടെ വന്ന് അഭിപ്രായം പറയുന്നതും ഇഷ്ടമല്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു ജോലിയും ചെയ്യുന്നതും ഇഷ്ടമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അതെനിക്കൊരു വലിയ അനുഗ്രഹം പോലെയാണ് ഞാൻ കാണുന്നത്. കണ്ടോ അതിൻ്റെ മുകളിൽ കൂടെ ഉള്ളി ഇരുന്നത് കുറച്ചിട്ടാൽ മതിയായിരുന്നു, ഒരുപാട് കൂടുതൽ ഇടണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അത് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ഈ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാ പോകുന്നു ചിക്കൻ പറയാൻ ഇതിൻ്റെ രണ്ടിനെ നടുക്കാണ് ഞാൻ എൻ്റെ സ്റ്റാൻഡ് കൊണ്ടെന്ന് വെച്ചേക്കുന്നത്. എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. വെറൈറ്റി ഫുഡുകൾ കഴിക്കാൻ അതിനേക്കാളും കൂടുതൽ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ അയൽച്ചേട്ടൻ പറഞ്ഞപ്പോൾ അയൽച്ചേട്ടൻ പറഞ്ഞു അയച്ചോളൂ, അയൽച്ചേട്ടൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിന്ന് എത്ര കടയിലാണ് പോയതെന്ന് അറിയാമോ? കൊട്ടാരക്കരയിൽ പോയി, കുണ്ടറയിൽ പോയി, ഇതിൻ്റെ ഓരോരോ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. പൊക്കെ കുഴപ്പമില്ല. കൊട്ടാരക്കരയിൽ പോയി, കുണ്ടറയിൽ പോയി, കൊട്ടാരക്കരയിൽ പോയി കുറേ സാധനം മേടിച്ചിട്ട് വീട്ടിൽ വന്നു. പിന്നെ അത് ചിക്കൻ കിട്ടിയില്ല, അല്ലാത്ത ചിക്കൻ ആയിരുന്നു. അപ്പം അവർ എല്ലി കളയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളല്ലാതെ പിന്നെ കുണ്ടറയിൽ പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉറങ്ങിയില്ല, വന്നൊരു 1/2 മണിക്കൂർ ഇവിടെ
ഓക്കെ, അപ്പം എന്തായാലും നമ്മുടെ ഫുഡ് പകുതി വരെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലുമൊക്കെ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. എനിക്ക് വെറുതെ ഇരിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ അഖിൽച്ചേട്ടൻ ഇതുപോലെ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടവുമാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. ഞാനത് മറന്നുപോയാലും അഖിൽച്ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയും. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് കണ്ടപ്പോൾ തിന്നാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അഖിൽച്ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എന്താ നിനക്കത് തിന്നണ്ടേ, അത് ഉണ്ടാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞത്. ആ ശരി ചിക്കൻ ഫ്രൈ ഗൈസ്. അപ്പം ഗൈസ് കൊള്ളാം. നമ്മുടെ ഒരു മന്തിയുടെ ടേസ്റ്റ് വരുന്നുണ്ടല്ലേ, അല്ല അൽഫാമിന്റെ ടേസ്റ്റ് പോലെ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് അവസാനം കാണാൻ ഗൈസ് ഇനി എന്താവുമെന്ന്. പക്ഷെ ചീത്തയാവാൻ ഒരു വഴിയില്ല കേട്ടോ. അത് ചേട്ടൻ ഇന്ന് വരെ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും കിടിലുമാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ പനൊന്നും ആവത്തില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിനി ഷവർമ്മ ഉണ്ടാക്കി അവസാനം കാണാം കേട്ടോ. ഗൈസ് എൻ്റെ അഖിൽച്ചേട്ടൻ എന്താ എടുക്കാൻ പോവാണ്? അഖിൽച്ചേട്ടൻ തേങ്ങയല്ല ഗൈസ്, ഫ്രൂട്ടി എടുക്കാൻ പോവാണ്. അതാണ്ട് പുതിയ എന്നെ ഒന്ന് കാണിക്ക് പ്ലീസ് അഖിൽച്ചേട്ടാ, ഒന്ന് കാണിക്ക്, ഇങ്ങോട്ട് കാണിക്ക്, കാണിക്ക്. അത് കുഴപ്പമില്ല, ഇത് കാണിക്ക്. ഇതാണ്ടേ ബൂസ്റ്റ് ഈസ് ദ എനർജി ഓഫ് അഖിൽ ദേവ് BS. ഇതാണ് ഗൈസ് എൻ്റെ അഖിൽച്ചേട്ടൻ്റെ എനർജി ഡ്രിങ്ക് ഇപ്പോഴത്തെ. എനിക്ക് കുടിച്ചിട്ട് തരണേ, കാര്യം 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് അഖിൽച്ചേട്ടൻ എനിക്ക് തന്നു. ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ ഈ ബൂസ്റ്റിൻ്റെ എനർജി ഡ്രിങ്ക്. എനർജി ഡ്രിങ്ക് ഒന്നല്ലത്, ഷേക്ക്. അത് ഒരുപാട് വലിക്കാൻ മൊത്തം കുടിച്ചു തീർക്കാതെ. ഈ ദുഷ്ടം കണ്ടോ ഗൈസ്, കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ നമ്മൾ വറുത്ത ചിക്കനൊക്കെ മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സിമ്മിലിട്ടാണ് വറുക്കുന്നത്, ഒരുപാട് കരിക്കാതാണ് വറുക്കുന്നത്. നമ്മുടെ എല്ലാം ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സലാഡ് ഉണ്ടാക്കണം, ബ്രെഡ് റോസ്റ്റ് ചെയ്യണം. ഇഷ്ടംപോലെ ജോലി ഞാൻ ഗൈസ് കിടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ജോലി ചെയ്യുന്നു. വെളുത്തുള്ളി എടുത്തിട്ട് അതിനകത്തിട്ടേ മറ്റേ സംഭവത്തിൽ വെച്ചാൽ മതി. ഈ ജിഞ്ചർ വേണ്ട, ജാറിലേക്ക് മാത്രം മതി. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ട് ഉണ്ടാക്കുകയാണെങ്കിലും സിമ്മിലിട്ട് വേണം ഉണ്ടാക്കാൻ. ഇതിപ്പോൾ നമ്മൾ അവസാനം ആയപ്പോഴത്തേന് ഒന്നിച്ചിരി സ്പീഡിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം വൈകുന്നുണ്ട്. അതിനകത്തോട്ട് കുറച്ച് നെയ്യ് അകൽച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് നമുക്കിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ബ്രെഡ് ഒരുമിച്ച് എടുത്തിട്ട് ആദ്യം ഈ ചപ്പാത്തി പലഹയുടെ സാധനം വെച്ചിട്ട് നല്ലതായിട്ട് അതിനെ ഒന്ന് പരത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം കാണിച്ചു തരാം. അതാണ്ട് ഇതുപോലെ ഒന്ന് പരത്തുമായിരുന്നു. 2 വട്ടം ഇതുപോലെ പരത്തുമായിരുന്നു. നേരത്തെ ചിക്കൻ അടിച്ചതാ കഴുകിയിട്ടാണ് ഗൈസ് എടുത്തത്. നിങ്ങളാരും ഇനി അതും ഒന്ന് കമൻറ്റ് ചെയ്യേണ്ട കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ ഇതെടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അടപ്പ് വെച്ചിട്ട് നമ്മുടെ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് അതിനകത്ത് പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു പിച്ചാത്തി വെച്ച് കട്ട് ചെയ്ത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ നമ്മൾ ഒരു കവർ ബ്രെഡ് മേടിച്ചതും ഇതിനു വേണ്ടി തികഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വന്ന് നമ്മൾ കളയണ്ട, അതിന് നമുക്ക് ഇതുപോലെ പൊടിയാക്കണം. എന്നിട്ട് വേണ്ടി നമുക്ക് അതിനകത്തോട്ട് മുക്കാൻ. അപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല ആറി തണുത്തിരിക്കുമായിരുന്നു. എന്നിട്ട് അഖിൽച്ചേട്ടൻ ആ ചിക്കനെല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കുമായിരുന്നു. കാര്യം നമുക്ക് സലാഡ് പോലല്ലേ ഉണ്ടാക്കേണ്ടത്, ഇതിലും ചെറുതായിട്ട് വേണം മുറിക്കാനുള്ളത്. എന്നിട്ട് നമ്മൾ കൈവച്ച് മിക്സ് ചെയ്യാമല്ലോ എന്നും കൂടെ വിചാരിച്ചു. അങ്ങനെ ഏറ്റവും ചെറിയ രീതിയിൽ നല്ല വൃത്തിയായിട്ട് മുറിച്ചെടുക്കുവാണ്. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ചില സൈഡിൽ ചെറുതായിട്ട് കരിഞ്ഞു എന്ന് അഖിൽച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. എന്നാലും നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ഇതെല്ലാം വറുത്ത് കോരിയത്. പക്ഷെ ഞങ്ങൾക്ക് തോന്നിയതാണ് വലിയ കരിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്തായാലും ഒരുപാട് നമ്മളങ്ങ് വേവിച്ചില്ല. എന്നാലും അത്യാവശ്യം നമുക്ക് തിന്നേണ്ട ഒരു രീതിയിൽ തന്നെ നമ്മൾ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മുട്ട പൊരിച്ച് ഒഴിക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇത് നമുക്ക് വറുത്തെടുക്കേണ്ടതല്ലേ. അങ്ങനെ ആദ്യം 3 മുട്ട എടുക്കാമെന്നാണ് വിചാരിച്ചത്. 2 മുട്ട എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അഖിൽച്ചേട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് 3 മുട്ട തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുട്ടയൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇങ്ങനെ മിക്സ് ചെയ്ത് അപ്പോൾ ഞാൻ അഖിൽച്ചേട്ടനോട് പറഞ്ഞു ഇതെങ്കിലും ഞാൻ ചെയ്യാം, ഇല്ലെങ്കിൽ ആൾക്കാർ പറയും ഞാൻ ഒന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കുമെന്ന്. അന്നേരം അഖിൽച്ചേട്ടൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഓടി വന്നു കേട്ടോ. കണ്ടോ നമ്മളിവിടെ റൗണ്ട് കട്ട് ചെയ്തു, പിന്നെ ബ്രെഡ് പൊടിച്ചത്, പിന്നെ മറ്റേ മുട്ട നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്യുവാണ് കേട്ടോ. അത് നന്നായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നമ്മുടെ ആ റൗണ്ട് ആദ്യം മുട്ടയ്ക്കകത്ത് ഇട്ടിട്ട് നമ്മൾ ബ്രെഡിൻ്റെ ബാക്കി വന്നത് പൊടിച്ചില്ലേ, ആ പൊടിച്ചത് ഇതുപോലൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ചൂട് എണ്ണയ്ക്കകത്തോട്ട് ഇതുപോലെ ഇട്ട് നോക്കണം. കൈ പൊള്ളാതെ നോക്കണം. ചെറുതായിട്ട് അഖിൽച്ചേട്ടൻ്റെ കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടേ പൊള്ളിയിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് നമ്മൾ അടുത്തതും താണ്ട് ഇതുപോലെ ചെയ്തിട്ട് മുട്ടയ്ക്കകത്ത് മുക്കിയതിന് ശേഷം ആ പൊടി താണ്ട് ഇതുപോലെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ അയൽച്ചേട്ടൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുക്കള തല തിരിഞ്ഞ് കിടക്കുന്ന ഞാൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഈ വട്ടം അയൽച്ചേട്ടൻ ചെയ്തപ്പോൾ എൻ്റെ അടുക്കളയും കൂടെ ക്ലീൻ ചെയ്തിട്ടാണ് എൻ്റെ അയൽച്ചേട്ടൻ ചെയ്തു തന്നെ. ചിലപ്പോൾ എനിക്ക് പനി ആയതുകൊണ്ടായിരിക്കും, ചെറുതായിട്ടൊരു ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ഒന്നും ചെയ്യിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചായിരിക്കും. അങ്ങനെ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് അയൽച്ചേട്ടൻ എനിക്ക് പണി തന്നു. പോയി വെളുത്തുള്ളി തൊലിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മനസ്സോടുകൂടി ഈ വെളുത്തുള്ളി ഇവിടെ നിന്ന് തൊലിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ നിങ്ങളുടെ അടുത്തും എന്താണ്ടൊക്കെ പറയുമായിരുന്നു. അത് ഞാൻ അവസാനം മ്യൂട്ട് ചെയ്ത്. പിന്നെ അഖിൽച്ചേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയോ കഥകൾ പറയുമായിരുന്നു. കുറേ കഥകളൊക്കെ പെൻഡിങ് ആണ്. കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അഖിൽച്ചേട്ടൻ അവിടെ നിന്ന് ഓരോ കഥകൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുമ്പോൾ ഞാൻ അതിൻ്റെ തിരിച്ചുള്ള മറുപടിയല്ല, അതുമായിട്ട് എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനും തിരിച്ച് അങ്ങോട്ടും പറയുവാണ് കേട്ടോ. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയൽച്ചേട്ടൻ പറഞ്ഞ് വെളുത്തുള്ളി തൊലിച്ചത് മതി, ഇനി അങ്ങ് നിർത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം കുറേ നേരമായിട്ട് ഞാൻ പതുക്കെയാണ് തൊലിക്കുന്നത്. അഖിൽച്ചേട്ടൻ എന്ത് ചെയ്താലും നല്ല സ്പീഡിൽ ചെയ്യണം, ഇല്ലെങ്കിൽ അഖിൽച്ചേട്ടൻ ദേഷ്യം വരും കേട്ടോ. അഖിൽച്ചേട്ടന് വെളുത്തുള്ളി പോലും തൊലിപ്പിക്കാത്തതാണ്. പിന്നെ ഞാൻ ചോപ്പറിനകത്തിട്ട് അത് അരിഞ്ഞ് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചോപ്പറിനകത്തിട്ട് അത് നന്നായിട്ട് അരിഞ്ഞു കൊടുത്തു. പക്ഷേ അഖിൽച്ചേട്ടൻ അത് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. ഇനി നമുക്ക് സലാഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് സലാഡിന് വേണ്ടിയിട്ടുള്ള തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിത് മേടിച്ചതാണ് കേട്ടോ. ചെറിയ കപ്പ് സലാഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തോട്ട് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് മല്ലിയില, നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഇടാതെയും വെക്കാം. മല്ലിയില ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, നമുക്കിഷ്ടമായിരുന്നു. അതിനകത്തോട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഉപ്പ്, പിന്നെ ഒരു നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞ് നല്ലതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കി കുറച്ച് ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളിയും ക്യാബേജും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കൊച്ചുള്ളി അല്ല ഗൈസ്, സവാളയാണ് കേട്ടോ, വെളുത്തുള്ളി എന്ന് പിന്നെയും പറയുന്നു. ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ നമ്മൾ വറുത്ത് അരിഞ്ഞ് വെച്ചത് നല്ലതായിട്ടൊന്ന് അരിഞ്ഞ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി സലാഡ് കുറഞ്ഞു എന്ന് തോന്നുന്നു. നമ്മളൊരു ഇച്ചിരിയും കൂടി സലാഡ് അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്ക് ഇച്ചിരി ഒരു മയക്കുറവുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇച്ചിരിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ശകലം ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഒരുപാട് ജ്യൂസി ആവാതെ ഇച്ചിരി ഒരു തിക്നെസ്സിൽ തന്നെയാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ അയൽച്ചേട്ടൻ ആ റൗണ്ട് വറുത്തെടുത്തതിന് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ഫസ്റ്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ഞാൻ തന്നെ കഴിച്ചു. കാര്യം തുടങ്ങിയപ്പം തൊട്ട് പെട്ടെന്നുണ്ടാക്കാൻ എനിക്ക് കഴിച്ചോളാൻ വയ്യെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനാണ് കേട്ടോ. തിന്നപ്പോഴത്തേനും എൻ്റെ പൊന്നെ ഭയങ്കര ടേസ്റ്റ്, ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പേഴ്സണലി, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ അഖിൽച്ചേട്ടന് വായിൽ വെച്ച് കൊടുത്ത് അഖിൽച്ചേട്ടൻ പറഞ്ഞ് കൊള്ളാമെന്ന് പറഞ്ഞു. അഖിൽച്ചേട്ടൻ ക്യാമറയുടെ മുമ്പിൽ വരാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പിടിച്ച് നിർത്തിയാണ് അവിടെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നതിന് തന്നെ അഖിൽച്ചേട്ടന് താല്പര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന അഖിൽച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബൈ ബൈ.